ഹലോ ഗായ്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? പർദീസ ചിക്കൻ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പർദീസ ചിക്കൻ. ഐനോസ് പറഞ്ഞ പോലെ പർദീസ ചിക്കൻ. അതിനുവേണ്ടി നല്ലൊരു കോഴിക്കുട്ടിനെ കുളിപ്പിച്ച് കിടത്തി വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നല്ല ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അതെന്തിനാണെന്ന് നമുക്കറിയാലോ. മസാല മൊത്തം അതിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഐനോസ് ഞാൻ കുത്താം മമ്മ, ബാക്കി മമ്മ ചെയ്തോന്നും പറഞ്ഞിട്ട് അവൻ പണിയെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ലൈഫിൽ മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നല്ല, നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞ ശേഷം ഐനോസിനോട് പറഞ്ഞു, അമ്മ നമ്മളെന്തിനാണ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്, നമുക്കിത് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരെ, എന്ത് ടേസ്റ്റാണ്. അവൻ്റെ അടുത്ത് കോംപ്ലിമെൻ്റ് കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ച വീഡിയോയിൽ കണ്ട ഐറ്റംസാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഒരു ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് 2, മല്ലിയില കുറച്ച്, പുതിനയിലയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല രുചിയുണ്ട്. മാഗി ക്യൂബും കൂടെ നമുക്ക് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് വിനെഗറാണ് കേട്ടോ. വിനെഗർ അല്ലെങ്കിൽ തൈരാണെങ്കിൽ നല്ലത്. ഞാൻ തൈര് ചേർക്കുന്നുണ്ട്, അവസാനമാണ് ഞാൻ ചേർത്തത്. അത് ഈ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ തൈരാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പൊടികളാണ്. ഉപ്പ്, ചിക്കൻ മസാല, കുരുമുളക് പൊടി. പിന്നെ ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ, കാരണം ഞാൻ മാക്സിമം സ്പീഡിൽ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇൻഗ്രീഡിയൻസ് മിസ്സാവും. അതുകൊണ്ട് കുരുമുളക് പൊടി കഴിഞ്ഞ ശേഷം ഞാൻ ഇട്ടേക്കുന്ന മുളക് പൊടിയാണ്. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, അതായത് നമ്മൾ 2 മുളക് എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം കേട്ടോ. മുളക് പൊടി ഇടുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ടിട്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ മന്തി മസാലയും ഗരം മസാലയും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ അവസാനമായിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കിയ മന്തി മസാലയും ഗരം മസാലയും തന്നെ ഇട്ടത്. ഇനി പാക്കറ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ കുറച്ച് എണ്ണ വെളിച്ചെണ്ണയാണെങ്കിലും സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിലും നല്ല കേട്ടോ. ഓയിൽ എടുക്കാതിരിക്കുകയാണ് നല്ലത്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഗ്രേവി ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കുട്ടനെ കയറ്റി നല്ലപോലെ ഒന്ന് മെഴുകിയെടുക്കാം. അതിൻ്റെ ദേഹത്ത് മൊത്തം ആ മസാല നമ്മൾ പുരട്ടി കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഈ മസാല എത്തണം കേട്ടോ. അകത്തും പുറത്തും കയ്യിലും കാലിലും എല്ലാ ഇടകളിലും മൊത്തം നമ്മൾ ഈ മസാല എത്തണം. അതിന് മാത്രമുള്ള മസാല അത് കാണും കേട്ടോ. അത് മസാല തികയോ ഒന്നും വിചാരിക്കേണ്ട, എല്ലായിടത്തും എത്താലും മസാല അത് കാണും. മിച്ചമായിരിക്കും മസാല. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ചിക്കൻ അതിലങ്ങ് പൊതിയണം. കാരണം നമ്മൾ നല്ല ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ കുത്തിയതുകൊണ്ട് അകത്തോട്ട് നല്ലപോലെ കയറും. അങ്ങനെ ഞാനെല്ലാം തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. അതുകൊണ്ട് മസാല പുറത്തുനിന്ന് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിൽ വെച്ചിട്ട് തന്നെ എല്ലാം തേച്ച് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കിതൊരു 1-2 മണിക്കൂർ മിനിമം കേട്ടോ. അത് ഞാനതൊരു ഉച്ചയായപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയാണിത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് എത്രത്തോളം സമയം നമ്മൾ വെക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഞാൻ ഇട്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നു പോയതാണ്. പിന്നെ ഈ കളർ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കളർ പൗഡറാണ്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കായതുകൊണ്ട് കുറച്ച് കളർ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചേർത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിത് കുറേ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ഒത്തിരി എണ്ണ ഒഴിക്കണമെന്നൊന്നും വിചാരിച്ചേക്കരുത്. നമ്മൾ ചിക്കനിൽ നിന്ന് എണ്ണയും വെള്ളമൊക്കെ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ എണ്ണ അധികം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ചിക്കൻ എടുത്തിട്ട് അടുപ്പത്ത് ഞാൻ രാത്രിയിലാണ് ഞാൻ പറഞ്ഞത്. 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. അതേപടി ഞാൻ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം കുറച്ച് നേരം ഞാൻ അടപ്പടച്ചിട്ടില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുറച്ച് ഒറ്റ കൂക്കാക്കാമെന്ന് ഓർത്തു. പക്ഷേ കൂകാനൊന്നും നിന്നില്ല. ഞാൻ അതിൻ്റെ മുന്നേ എടുത്തു. എനിക്ക് വെന്ത് പോകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അധികം നിർത്തിയില്ല. കുറച്ച് നേരം ഒന്ന് ആവി പിടിച്ചാൽ ഒന്ന് വേവുന്ന ഒരു ലെവലായതോടുകൂടി ഞാൻ എടുത്തു. ഇപ്പോൾ നോക്കുമ്പോൾ ഈ അവസ്ഥയിലാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല നാവിൽ വെള്ളം വരും കേട്ടോ. പിന്നെ അതിൽ നമ്മൾ അതിൻ്റെ സൈഡിൽ വന്നിട്ടിരിക്കുന്ന വെള്ളവും എണ്ണയും എല്ലാം കൂടിയാണ് കിടക്കുന്നത്. അത് നമ്മളതിൻ്റെ മേലോട്ട് കോരി ഒഴിച്ചു കൊണ്ടേയിരിക്കുക. അതൊരു പ്രത്യേക ടേസ്റ്റ് കൂടുക. ആ സ്റ്റെപ്പ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. മാക്സിമം നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്പുകൾ മൊത്തം നമ്മുടെ ചിക്കൻ ഫോളോ അപ്പ് ചെയ്യണം. ആയി വന്നിട്ടുണ്ട്, നല്ലപോലെ ഗ്രേവി കണ്ടോ. ഒരു ഇച്ചിരി എണ്ണയിൽ പോലത്തെ ഗ്രേവി ആയപ്പോൾ ഞാൻ നിർത്തി. കാരണം നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ട നമ്മൾ അവസാനം സെർവ് ചെയ്ത സമയത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ഈ ഒഴിച്ചേക്കുന്നത് കാഷ്യൂ നട്ട്സ് പാലിലിട്ട് മിക്സിയിട്ട് അരച്ചതാണ്. അതും കൂടെ ഒഴിച്ചാൽ അതിൻ്റെ ആ ഒരു രുചി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ സാധനം ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആയിട്ടാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും, 100% ഉറപ്പാണ്. അപ്പോൾ ഞാനത് സെർവ് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞില്ല ഗ്രേവി കുറച്ച് വെച്ചായിരുന്നു എന്ന്. അപ്പോൾ ആ ഗ്രേവിയാണ് ഇത്. നല്ല ജ്യൂസി ആയിട്ടാണ് ഇത് വന്നേക്കുന്നുണ്ടോ. ഞാനത് കണ്ടപ്പോഴേ നാവിൽ നല്ല വെള്ളം വരുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കണ്ടപ്പോൾ അയിനോസ് പറഞ്ഞുകൊണ്ടോ അമ്മ എനിക്കും താന്ന് പറഞ്ഞ് അങ്ങനെ ഞാനൊരു പീസ് എടുത്തിട്ട് അവനും കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. അവനത് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കഴിച്ചത്. ഇനോസ് ആണെങ്കിൽ അവനെ കൊണ്ടാവുന്ന രീതിക്ക് അവനും കഴിച്ചു. സംഭവം കുറച്ചൊക്കെ എരിവുണ്ടായിരുന്നെങ്കിലും അവൻ വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അവനത് കഴിച്ച് തീർത്തായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് ഫുഡായിട്ട് ഞാൻ നെയ്ച്ചോറായിരുന്നു ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നെയ്ച്ചോറും ഇതും കൂട്ടി ഞങ്ങൾ കഴിച്ച അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ എന്തായാലും നല്ല മൊരിഞ്ഞ പൊറോട്ടയോ അല്ലെങ്കിൽ നല്ല ചൂട് നെയ്ച്ചോറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്, ഒരു രക്ഷയുണ്ടാവില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല വെറൈറ്റി ഐറ്റംസൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും ഈ ചാനലിലോട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ ന്യൂസൊക്കെ നെയ്ച്ചോറും കൂട്ടി അത് കഴിക്കുന്ന ഒരു രംഗമാണ് പോയി കാണുന്നത്. അപ്പോൾ താങ്ക് യു.